മാസം മുതൽ ചില പെൻഷനുകൾ 11 മാസം, ചില പെൻഷനുകൾ 18 മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു. നമ്മുടെ സഭയിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സ്വരാജിൻ്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി. ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി, 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ, അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ, ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 10% താഴെ മാത്രമാണ്. അതും മൊത്തം 32 ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് 62 ലക്ഷത്തോളം വയോധികരായവർക്ക്, 60 വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന സംവിധാനം ഉണ്ടാകുന്നു. കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? കുടിശ്ശിക പണ്ടുണ്ടായിരുന്നില്ലേ? പണ്ടുണ്ടായിരുന്നു. ആ കുടിശ്ശികയുടെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 28 മാസം കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതിനുശേഷം പിന്നീട് 3 മാസം മുതൽ 18 മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതെല്ലാം UDFിൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. ഈ വിഷയങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും? അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനൊരു പരാജയം സംഭവിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച 2 വിഷയങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതാണ് ഞാൻ കണ്ടത്.